ഹലോ കൂട്ടുകാരെ, ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും പരിപ്പ് കറിയും. അപ്പം അതിനു വേണ്ടി പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, കാരറ്റ് പൊടിയായിട്ട് അരിയാം. റവ 1 ഗ്ലാസ്. 2 പേർക്കുള്ള ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 സ്പൂൺ കടുക് പൊട്ടിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണെങ്കിൽ നല്ല എളുപ്പമുണ്ട്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉപ്പുമാവ് കഴിച്ചോ, പോഷക സമൃദ്ധവുമാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഇഞ്ചി, കരിവേപ്പില, പച്ചമുളക് എല്ലാം കുറേശ്ശെ ഇട്ട് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കാരറ്റ് ഇടാം. ഇഷ്ടമുണ്ടെങ്കിൽ കാബേജും പൊടിയായിട്ടിടാം. ഞാൻ ഇപ്പോൾ കാബേജ് ഇട്ടിട്ടില്ല. കാരറ്റ് പൊടിയായിട്ട് കഴിഞ്ഞതും കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇഷ്ടമില്ലെങ്കിൽ ഇടണമെന്നില്ല. ഉള്ളി വഴുത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കാബേജ് പൊടിയായിട്ട് അരിഞ്ഞതിടാം. ആവശ്യത്തിന് ഉപ്പിടണം. പച്ചമുളകും ഉള്ളിയും വഴന്നു വരുമ്പോഴത്തേക്കും നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കാരറ്റ് ചേർക്കാം. ചേർത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഇത് വേകാനായിട്ട് ഉപ്പുമാവിനും ആവശ്യമായ വെള്ളം ഒഴിക്കണം. 1 ഗ്ലാസ് വെള്ളം ഇടുമ്പോൾ 1 ഗ്ലാസ് റവ ഫ്രൈഡ് റവയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഫ്രൈ അല്ലാത്തവർക്ക് സാധാ റവ മേടിച്ചിട്ട് വറുത്തെടുക്കാം. ഫ്രൈ റവയാണെങ്കിൽ പിന്നെ വേറെ വറുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഇത് വെന്ത് വരുമ്പോൾ അതിന് ആവശ്യമായ വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഫ്രൈഡ് റവ 1 ഗ്ലാസ് അതിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി തട്ടിപ്പൊത്തി ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഇളക്കിയെടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും. അപ്പം ഇതിന് ആവശ്യമായ കറിക്ക് ഞാൻ പരിപ്പ് ആണ് ഉദ്ദേശിച്ചത്. പരിപ്പ് ഞാൻ ആദ്യം കുക്കറിൽ ഉപ്പും പച്ചമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് കറിയായിട്ട് കടലയോ പയറോ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. വെജിറ്റബിൾ കുറുമ. നോൺ വേണ്ടവർക്ക് ബീഫോ ചിക്കനോ എന്ത് വേണേലും ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. പപ്പടം അങ്ങനെ എല്ലാം ഇതിന് കൂടെ ചേരും.
റവ ഇട്ട് ഇളക്കിയെടുത്ത് നല്ലപോലെ തട്ടിപ്പൊത്തി വെക്കണം. 2-3 മിനിറ്റ് ഇളക്കിയാൽ മതി. അപ്പോഴത്തേക്കും ഇത് ഉപ്പുമാവ് റെഡിയാവും. ഇതിൽ ഓയിലിന് പകരം നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ചേർക്കാം. വെന്ത് വരുമ്പോഴത്തേക്കും ആവശ്യമുള്ളവർക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ കൂടുതൽ പോഷകാഹാരം കിട്ടും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യ് ചേർക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ കറിയായിട്ട് പരിപ്പ് താളിച്ചെടുക്കാൻ പോവുകയാണ്. പരിപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി വെക്കും. ഇരുമ്പ് ചീനച്ചട്ടിയാണ്. ഇരുമ്പ് ചീനച്ചട്ടി അതിൽ നല്ല പോഷകമൊക്കെ ഉണ്ടെന്നാണ്, ഇരുമ്പ് ആവശ്യത്തിന് കിട്ടും. അതുകൊണ്ടാണ് ഇരുമ്പ് ചീനച്ചട്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കറി താളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എണ്ണ ചൂടാകുമ്പോൾ 2-3 പപ്പടം വറുത്തെടുക്കുന്നുണ്ട്. പപ്പടവും രാവിലെ കൂട്ടാം ഉപ്പുമാവിൻ്റെ കൂടെ. ചീനച്ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 2-3 പപ്പടം അതിൻ്റെ ഇടയിൽ വറുത്തെടുക്കാം. ഒരു പപ്പടം തന്നെ 2ആയിട്ട് കീറിയാണ് ഞാനിട്ട് എടുക്കുന്നത്. പകുതി പപ്പടം എണ്ണയിലിട്ട് നല്ലപോലെ വറുത്ത് കോരിയെടുത്ത് വെക്കാം. പപ്പടം വറുത്ത് കഴിയുമ്പോഴത്തേക്കും ആ എണ്ണയിൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചുവന്നുള്ളി, പച്ചമുളക്, വേപ്പില, പരിപ്പ് താളിക്കാനായിട്ട് ഇടാം. ചുവന്നുള്ളി 3-4 പച്ചമുളക് വരണം, കരിവേപ്പില എല്ലാം കൂടെ ഇതിലേക്ക് താളിക്കാനായിട്ട് ഇടും. നല്ലപോലെ മുരിഞ്ഞു വരുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടാം. കഴിഞ്ഞ് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടെ ചേർത്ത് തിളച്ച് വരുമ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡിയാവും. ഉള്ളി മുളക് താളിച്ച് വഴന്ന് വരുമ്പം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ,
മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉള്ളി എല്ലാം കൂടെ നല്ലപോലെ വഴന്ന് മുരിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇളക്കി ചാറ് പറ്റുമ്പോൾ ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവും പരിപ്പ് കറി പപ്പടവും കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം.